ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ജിത്തു ജോസഫും ബേസിലും ഒന്നിച്ച നുണക്കുഴി എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിൽ സ്പോയിലേഴ്സ് ഉണ്ടാകാം, അതുകൊണ്ട് തന്നെ ചിത്രം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചിത്രത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. ഇതൊരു ജിത്തു ജോസഫ് ചിത്രമാണെന്ന് ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ജിത്തു ജോസഫ് നോർമലായി ത്രില്ലർ ചിത്രങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അദ്ദേഹം മുന്നേയും മൈ ബോസ്, ലൈഫ് ഓഫ് ജോസുട്ടി തുടങ്ങിയ കോമഡി ചിത്രങ്ങളും ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഒരു ജിത്തു ജോസഫ് ചിത്രമാണെന്നുള്ള രീതിയിൽ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ ചിത്രം അത്തരത്തിൽ ഒരു തരത്തിലും ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടിട്ടുള്ള കോമഡി വെബ് സീരീസ് പോലെ, ഉദാഹരണത്തിന് കരിക്കിന്റെ മോക്ക, ടെർമിനേറ്റർ തുടങ്ങിയ എപ്പിസോഡുകൾ പോലെ പല രീതിയിലുള്ള ആളുകൾ പല വഴികളിലൂടെ ഒരു പ്രശ്നത്തിലേക്ക് വരികയും അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോവുകയും അവസാനം ഏതെങ്കിലും എല്ലാ രീതിയിൽ അതെല്ലാം സോൾവായി മാറുന്നതും തുടർന്നും അതിന്റെ കഥ സംഭവിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച് അവസാനിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ഒരു ക്ലീഷേ സ്റ്റൈൽ കോമഡി ചിത്രമായി മാത്രമേ ഇതിനെ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. സോ ജിത്തു ജോസഫിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമല്ലായിരുന്നു ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം. സിനിമയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള ആളുകൾ പല വഴികളിലൂടെ വന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അൽത്താഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമയുടെ പേരായി കാണിക്കുന്നത് ഏടാ കൂടമെന്നാണ്. ഈ ഒരു സ്ക്രിപ്റ്റുമായി സിദ്ദീഖിന്റെ വണ്ടിയിൽ കയറിയതിനു ശേഷമാണ് പ്രശ്നങ്ങളെല്ലാം കൂടുതൽ മുറുകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥയുമായി വളരെ ആപ്റ്റാകുന്ന ഒരു പേര് തന്നെയാണ് ഈ സ്ക്രിപ്റ്റിനായി അവിടെ കൊടുത്തിരുന്നത്. ഈ ചിത്രത്തിന്റെ ഒരു പോസ്റ്ററായി സ്ഥലങ്ങളിലേക്കുള്ള ദിക്കുകൾ കാണിക്കുന്ന ബോർഡുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രം പുറത്തുവിട്ടിരുന്നു. ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ രസകരമായി കൊണ്ട് ചിത്രത്തിന്റെ കഥയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് കൊടുത്തിരുന്നത്. അതായത് പോലീസുകാർക്കെന്താ ഈ വീട്ടിൽ കാര്യം എന്ന് കാണിച്ചുകൊണ്ട് ബൈജുവിന്റെ ആ ഒരു കോമഡി പോലീസുകാരൻ കഥാപാത്രം എബിയോട് ക്യാഷിനായി ഞാൻ നാളെ മോന്റെ വീട്ടിൽ വരും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതും എബി തള്ളി പറയുന്നതിനെയും സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ക്യാമറ ചതിച്ചാശാനെ എന്ന് കൊടുത്തിരിക്കുന്നത് വെച്ചുകൊണ്ട് എനിക്ക് തോന്നിയത് അത് ആ ലാപ്ടോപ്പിൽ വീഡിയോ എടുത്തുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ്. അതുപോലെ പകലരുത് പലരരുത് എന്ന് കൊടുത്തുകൊണ്ട് ഒരു മദ്യത്തിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് ചിത്രത്തിൽ രശ്മിത എന്ന ക്യാരക്ടർ ജയനെ പകൽ സമയത്ത് നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതും പിന്നീട് രാത്രി സമയത്ത് ഒരുപാട് പേർ ഒരുമിച്ചിരുന്ന് മദ്യം കഴിപ്പിച്ചും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ്. അതേപോലെ നാലാമത്തെ കണ്ടകശനി കൊണ്ടേ പോകൂ എന്നുള്ളത് രാശിയില്ല എന്ന് പറഞ്ഞ അൽത്താഫിന്റെ കഥാപാത്രത്തെ സൂചിപ്പിക്കുന്നതുമാകാം. സോ ഇങ്ങനെ ആ ചിത്രത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ആ സൈൻ ബോർഡിലൂടെ വളരെ രസകരമായി കൊടുത്തിരുന്നത്. ബേസിൽ അവതരിപ്പിക്കുന്ന എബി എന്ന ക്യാരക്ടറിന് ഭാര്യയെ ഒരുപാട് ഇഷ്ടമാണെന്ന്, എപ്പോഴും ഭാര്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കണം, ഭാര്യയുടെ അടുത്തിരിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മുറി കാണിക്കുമ്പോൾ അവിടെ ഇതുപോലെയുള്ള ഒരു കപ്പിൾസിന്റെ ശില്പം വെച്ചിരിക്കുന്നതായും ഇവരുടെ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ ലവ് എന്ന് കൊടുത്തിരിക്കുന്നതായിട്ടുമെല്ലാം കാണാം. ഈ ലവ് എന്ന് എഴുതിയിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ചിത്രത്തിൽ വളരെ ബ്രില്യന്റ് ആയി തന്നെ സംവിധായകൻ കാണിച്ചിട്ടുണ്ട്. അതായത് ആ ലാപ്ടോപ്പ് എബി മേടിച്ച് റെമിക്ക് തിരിച്ചുകൊണ്ട് കൊടുത്തതിന് ശേഷം ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ റെമി ആ ലാപ്ടോപ്പിൽ തന്നെ പണ്ട് ഉപദ്രവിച്ചിട്ടുള്ള ആളുടെ ഫോട്ടോ കണ്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. സോ ഈ സമയം റെമി ഇരിക്കുന്നതിന്റെ വലത്തേ സൈഡിൽ ആ ലവ് എന്ന് എഴുതിയതിൽ ഇരുട്ട് വീണിരിക്കുന്നതും ഇടത്തെ സൈഡിലായി കൊമ്പ് വളഞ്ഞിരിക്കുന്ന ഒരു ആടിന്റെ രൂപവും വെച്ചിട്ടുണ്ട്. സോ ഇതിലൂടെ ഇനി അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ പ്രണയത്തിൽ ഇരുട്ട് വീഴാൻ പോവുകയാണ്, ഇവർ പരസ്പരം കൊമ്പ് ഓർക്കാൻ പോവുകയാണ് എന്നതെല്ലാം ഫോർഷാഡോ ചെയ്യുന്ന ഒരു ഷോട്ട് എന്ന രീതിയിലാണ് സംവിധായകൻ ഇവിടെ കാണിച്ചത്. മറ്റൊന്ന്, ഇവരുടെ മുറി കാണിക്കുന്ന സമയത്ത് ഇവരുടെ കുറെ വിവാഹ ഫോട്ടോകൾ വെച്ചിരിക്കുന്നതായി കാണാം. അതിലെ എല്ലാ മുഖങ്ങളും വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും ചില ഫോട്ടോകളിൽ നിഖില വിമൽ തന്നെയാണ് അവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ആ ഫോട്ടോകളുടെ ബേസിലിന്റെ ലുക്കും ഹെയർ സ്റ്റൈലും മറ്റും വെച്ചുകൊണ്ട് എനിക്ക് തോന്നിയത് ഇത് ബേസിലിന്റെ യഥാർത്ഥ കല്യാണ ഫോട്ടോകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണെന്നും അതിൽ കുറെ എഡിറ്റിംഗ് എല്ലാം വരുത്തി ചില കളർ മാറ്റമെല്ലാം വരുത്തിക്കൊണ്ട് ഒരു പക്ഷേ നിഖില വിമലിന്റെ മുഖം ഉൾപ്പെടുത്തിയോ അല്ലാതെയോ തന്നെ അവിടെ കാണിച്ചിട്ടുള്ളതാകാം എന്നാണ്. ഗ്രേസ് ആന്റണി അവതരിപ്പിച്ച രശ്മിത എന്ന ക്യാരക്ടർ കീടനാശിനി കുടിച്ച് ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. ഈ സമയം അവർ ഈ കീടനാശിനി മദ്യത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാനായിട്ടാണ് പോകുന്നത്. സോ എന്തുകൊണ്ടാണ് ഇവർ മദ്യം തന്നെ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഓൾറെഡി ഇവരെ കോടതിയിൽ വെച്ച് ജയനും അഡ്വക്കേറ്റും കൂടി ചേർന്നുകൊണ്ട് ഒരു മദ്യപാനിയായി ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ആ ഒരു ചീത്തപ്പേരോടുകൂടി തന്നെ തന്റെ ജീവിതം അവസാനിക്കട്ടെ എന്ന് കരുതിയാകാം മദ്യം തന്നെ സെലക്ട് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയത്. കൂടാതെ രശ്മിത ഇങ്ങനെ മരിക്കാനായി പോകുന്ന സമയം ആ ടേബിളിൽ ഇവർ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന IT കമ്പനിയുടെ ഒരു ടാഗ് കിടപ്പുണ്ട്.
എബി പിന്നീട് ഈ ടാഗ് എടുത്തുകൊണ്ട് നോക്കുന്നതായും രശ്മിത താൻ ഇങ്ങനെ IT കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്, തനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നു എന്ന് തന്റെ ഭർത്താവായ രഞ്ജിയെ വിളിച്ച് പറയുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ സീനിൽ ആ ടാഗ് കൂടി അവിടെ ഉൾപ്പെടുത്തിയിരുന്നതെന്ന് വെച്ചാൽ രശ്മിത മരണത്തിലേക്ക് പോകുന്നത് കൊണ്ട് അതിനു മുന്നേ തന്റെ സൗഭാഗ്യമുണ്ടായിരുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം ഓർത്തിരിക്കാം എന്നുള്ള രീതിയിൽ അതെല്ലാം എടുത്ത് നോക്കിയതിനു ശേഷമാകാം ഇങ്ങനെ മരണത്തിലേക്ക് പോയിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാകാം ഈ ഒരു കാര്യം കൂടി അവിടേക്ക് ബ്രില്യന്റായി ഉൾപ്പെടുത്തി. പിന്നീട് രശ്മിത എബിയെ കണ്ടതിനു ശേഷം എബിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്റെ ഭർത്താവ് രഞ്ജിയുടെ ഒരു ടീഷർട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ യങ് ഡംബ് ആൻഡ് ബ്രോക്ക് എന്ന ആൽബത്തിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നതായി കാണാം. പിന്നീട് ഇതേ ടീഷർട്ട് തന്നെയാണ് എബി സിനിമയിലുടനീളം യൂസ് ചെയ്യുന്നതായും കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എബിയുടെ ഈ സിനിമയിലെ ആ ഒരു ക്യാരക്ടറുമായി വളരെ മാച്ച് ആകുന്ന പേരുകൾ തന്നെയുള്ള ഒരു ടീഷർട്ട് തന്നെയാണ് എബി സിനിമയിൽ ഭൂരിഭാഗം സീനുകളിലും യൂസ് ചെയ്യുന്നതായി കാണിച്ചിരുന്നത്. അതോടൊപ്പം രഞ്ജി രശ്മിതയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്ന സമയം ഇതേപോലെ രഞ്ജി മറ്റൊരു ടീഷർട്ട് ഇട്ടിരിക്കുന്നതായി കാണാം. അതിൽ ഫ്രീ സ്പിരിറ്റ് എന്ന് എഴുതിയിരിക്കുന്നതായും ഒരാൾ വളരെ സന്തോഷത്തോടുകൂടി കൈയെല്ലാം വീശി വണ്ടിയുടെ മുകളിൽ നിൽക്കുന്ന ചിത്രവും കൊടുത്തിട്ടുണ്ട്. സോ ഇതും ആ സമയത്ത് രഞ്ജി വളരെ ഫ്രീ ആയിരുന്നു, വിവാഹമോചനമെല്ലാം നടത്തി വളരെ ഫ്രീ ആകാൻ പോകുന്നു എന്നുള്ള രീതിയിലാകാം ആ ചിത്രം തന്നെ അവിടെ കൊടുത്തിരുന്നത്. കൂടാതെ ഇതുപോലെയുള്ള ഒരു ടീഷർട്ട് വീണ്ടും രഞ്ജി ഇടുന്നതായി കാണിച്ചതിലൂടെ രഞ്ജി ഇതുപോലെയുള്ള ഒരുപാട് ടീഷർട്ടുകൾ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട് എന്ന കാര്യവും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ മോഹൻലാലിനെ ഒരുപാട് സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്. ഇവർ പാലത്തിൽ നിന്ന് വെള്ളമടിക്കുന്ന സമയം അവിടെയുള്ള മൈജി ബോർഡുകളിലൂടെ മോഹൻലാലിനെ കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ CCTV ദൃശ്യം കാണിക്കുമ്പോൾ അവിടെയും മൈജി പ്രമോഷനായിട്ട് മോഹൻലാലിനെയും മഞ്ജു വാര്യറിനെയും കാണിച്ചിട്ടുണ്ട്. സോ സിനിമയിൽ മൈജി പ്രമോഷനുമായി ബന്ധപ്പെട്ടിട്ടാകാം ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ ഒരു പക്ഷേ ജിത്തു ജോസഫുമായി ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ജിത്തു ജോസഫിന്റെ പ്രിയ നടനായതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ ഒരു റെഫറൻസ് പോലെ ഇങ്ങനെ കാണിച്ചു പോയത്. സിനിമയിലെ 1-2 മിസ്റ്റേക്കുകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് സിനിമയുടെ കഥ നടക്കുന്നത് ഏകദേശം ഈ ഒരു 2023-24 വർഷത്തിലെല്ലാമാണെന്ന് നമുക്ക് ഉറപ്പാണ്. അത് സിനിമകളിൽ കാണിക്കുന്ന ആ ഫോണിലൂടെയും ലാപ്ടോപ്പിലൂടെയും വണ്ടികളിലൂടെയും എല്ലാം നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും സിനിമയിൽ ആ ഒരു ലിഫ്റ്റിലെ സീൻ കാണിക്കുമ്പോൾ അവിടെയുള്ള CCTVയിൽ വർഷമായി കൊടുത്തിരിക്കുന്നത് 2000 എന്നാണ്. സോ 2000 വർഷത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണിച്ചിരിക്കുന്ന ലാപ്ടോപ്പുകളും ഫോണുകളും വണ്ടികളും എന്തിന് CCTV പോലും ഒരു പക്ഷേ 2000 കാലഘട്ടവുമായി മാച്ച് ആകാത്തതാണെന്ന് നമുക്കറിയാം. മറ്റൊന്ന്, ജയൻ എന്ന ക്യാരക്ടറിനെ രശ്മിത വന്നുകൊണ്ട് മദ്യം കുടിപ്പിക്കുകയും അതിലൂടെ അയാൾ തറയിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ അയാൾ തറയിലേക്ക് വീഴുന്നത് കാണിക്കുന്ന ഷോട്ട് വളരെ ബോറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അത് ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് ആ ഒരു കട്ടിങ്ങിലൂടെയും അവിടെ വന്നിരിക്കുന്ന ഷാഡോസിലൂടെയും എല്ലാം വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു പക്ഷേ ആ ഒരു ഇമ്പാക്റ്റോടുകൂടി തന്നെ തറയിൽ വന്ന് വീഴുന്നത് ഒറ്റ ഷോട്ടിൽ കാണിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു ഗ്രീൻ ബെഡിലേക്കോ വീഴുകയും പിന്നീട് അത് കട്ട് ചെയ്ത് തറയാക്കി മാറ്റിയതുമാകാം. എന്നിരുന്നാലും ഇത്രയും ടെക്നോളജി എല്ലാം ഉയർന്നിരിക്കുന്ന സമയത്ത് ചെറിയ സിനിമകളിൽ പോലും വലിയ ഗ്രാഫിക്സ് എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീൻ കുറച്ചുകൂടി ബെറ്റർ ആക്കി എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കൂടാതെ ഈ സീനിൽ തന്നെ ആ ഷോട്ടിൽ അയാൾ അവിടെ വന്ന് വീഴുമ്പോൾ അയാളുടെ കൈ തറയിലാണ് മുട്ടിയിരിക്കുന്നതെങ്കിൽ പിന്നീട് ആ ഷോട്ട് ഗ്രാഫിക്സ് ഇല്ലാതെ ശരിക്കും കാണിക്കുന്ന സമയത്ത് ആ കൈ ഇരിക്കുന്നത് ആ ചെയറിന്റെ പുറത്താണെന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇതുപോലെ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.